നമസ്തേ, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് നമ്മുടെ യോഗ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. നമുക്ക് ഇന്ന് ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്തു തുടങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റിലാക്സേഷൻ യോഗയാണ്. ഓക്കെ, നമ്മളെ ബോഡി ഫുൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെ ആയിരുന്നോ, നിങ്ങളിപ്പം ജോലിക്ക് പോയ അങ്ങനെ, പഠിക്കാൻ പോയ അങ്ങനെ, അപ്പം അത് കഴിഞ്ഞിട്ടുള്ള റിലാക്സേഷൻ യോഗയാണ് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളെ ബെഡിലോ നിങ്ങളുടെ സ്പേസിലോ വന്നിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുക്കുക. ബ്ലാങ്കറ്റ് എടുത്തിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് എടുത്ത് ബ്ലാങ്കറ്റ് അടിച്ചു മാറ്റിയില്ല, അതിന്റെ മുകളിൽ ഇരിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു കുഷൻ, നല്ല ഒരു കുഷനിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് പൊങ്ങിയിരിക്കുക. എന്നിട്ട് സാവധാനം കൈ ലാപ്പില് തുടയിൽ വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുക. സാവധാനം നമ്മൾ ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. ബ്ലാങ്കറ്റ് പോസ് ചെയ്തിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ തലങ്ങണി ആയാലും മതി, തലയണ അതിന്റെ മുകളിലിരിക്കുക. കണ്ണുകൾ അടച്ച് സാവധാനം റിലാക്സ് ചെയ്തിരിക്കുക. നമ്മളെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. എന്റെ സൗണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. സാവധാനം നിങ്ങളെ ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. എത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്വാസം ഇൻഹെയിൽ, എക്സെയിൽ. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ടെടുത്ത് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ഇൻഹെയിൽ, എക്സെയിൽ. നിങ്ങൾ ലങ് കപ്പാസിറ്റി നിങ്ങൾ പോലും അറിയാതെ ഓരോ ദിവസവും നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ഇൻഹെയിൽ, കുറച്ചുകൂടി ഇൻഹെയിൽ, ഇൻഹെയിൽ, ഹോൾഡ്, എക്സെയിൽ. നിങ്ങള് സാവധാനം ഇൻഹെയിലിന്റെ ഡ്യൂറേഷൻ, ഇൻഹെയിൽ എടുക്കുന്നതിന്റെ സമയം കുറച്ചും കൂടി കൂട്ടുക, കുറച്ചും കൂടി കൂട്ടുക, കുറച്ചും കൂടി കൂട്ടുക. എക്സെയിൽ എന്ന് പറയുമ്പം സാവധാനം വായിക്കൂടെ കുറേശ്ശെ കുറേശ്ശെ ശ്വാസം വിട്ട് 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 നമ്മുടെ ലങ്സിലുള്ള ലാസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അല്ലെങ്കിൽ ടോക്സിൻസിന്റെ എല്ലാം പുറത്തു വിടുന്ന നമുക്ക് ഇമാജിൻ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ചെയ്യാം. സ്ലോലി ഇൻഹെയിൽ, എക്സെയിൽ. ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ തലയുടെ അകത്ത്, നമ്മുടെ ഹെഡിനകത്ത് ഉള്ള സൗണ്ടുകളെല്ലാം ശ്രദ്ധിക്കുക. ഒരുപാട് കലപില സൗണ്ടുകളും ബഹളങ്ങളും വണ്ടിയും നോയിസും പുകയും ആൾക്കാരുടെ സൗണ്ടും ഹോൺ, വണ്ടിയുടെ ഹോണും, അതെല്ലാം പതുക്കെ 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 ആ ബഹളങ്ങളെല്ലാം സെറ്റിൽ ഡൗൺ ആവുന്ന നമുക്ക് ഇമാജിൻ ചെയ്യുക. ബഹളങ്ങൾക്ക് പതുക്കെ 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 കുറഞ്ഞു 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 കുറഞ്ഞ് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ബ്രീത്ത് നോർമലായിട്ട് എടുത്തു വിടുക. നിങ്ങളുടെ ഹെഡിനകത്ത് ഇപ്പം ശാന്തത, കാംനെസ്. ഒരു ചെറിയ കാറ്റ് നിങ്ങളെ കഴുകി പോകാൻ ഇമാജിൻ ചെയ്യുക.
നിങ്ങൾ സാവധാനം ഒന്ന് പുഞ്ചിരിക്കുക, കണ്ണു തുറക്കരുത്, ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക. ഈ ദിവസം നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റി, ഈ ദിവസം കിട്ടിയതിന് നന്ദി പറയുക. എനിക്ക് ഇഷ്ടമുള്ള ഒരു അഫർമേഷൻ, ഇനിയിപ്പോ വൈകിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാവാം, നാളെ ചെയ്യാൻ പോകുന്ന കാര്യമാവാം, അല്ലെ ഇന്നത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ആവാം, അല്ലെ ഇന്ന് നിങ്ങൾ പഠിച്ചെന്തെങ്കിലും ഒരു പാഠം ആവാം, അത് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. സാവധാനം ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈകൾ നമസ്കാര മുദ്ര പിടിക്കുക. കൈ നല്ലപോലെ റബ്ബ് ചെയ്യുക. നല്ലപോലെ റബ്ബ് ചെയ്തേ. നല്ലപോലെ കൈ ചൂടാവട്ടെ. റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ ഫുൾ ആ വൈബ്രേഷനും ആ എനർജിയും ആ പോസിറ്റിവിറ്റിയും സ്പ്രെഡ് ആവുന്ന കണക്ക് ഇമാജിൻ ചെയ്യുക. റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുക, മുഖത്തല്ല വെക്കാൻ പോകുന്നത്. റബ്ബ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് ചെസ്റ്റിലും ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ വയറിലുമായിട്ട് വെക്കുക. സെറ്റിൽ ഡൗൺ. ബ്രീത്ത് നോർമലായിട്ട് എടുത്തു വിടുക. നമ്മുടെ ചെസ്റ്റും നമ്മുടെ ബെല്ലിയും വയറും നെഞ്ചും ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക. നമ്മൾ കൺട്രോൾ ചെയ്യാതെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ നട്ടല നിവർന്നിരിക്കുന്നത് ഇമാജിൻ ചെയ്യുക. നിവർത്തി വയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. സ്മൈൽ. നമ്മുടെ കൈ ഇരിക്കുന്നത് നെഞ്ചിലും നമ്മുടെ വയറിലുമായിട്ടാണ്. സാവധാനം നമ്മുടെ കൈ രണ്ട് സൈഡിലോട്ടും കൊണ്ടുവന്ന് ഒരു നല്ല ഹഗ് കൊടുക്കുക. ഈ കൈ പതുക്കെ ലാപ്പിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ കൈ രണ്ട് സൈഡിലും നീട്ടി വെച്ച് ജസ്റ്റ് നല്ല ഒരു ഹഗ് കൊടുക്കുക. ഒന്ന് പാമ്പർ ചെയ്ത് വിടുക. നമ്മൾ ഇന്നലെ പാമ്പർ ചെയ്തില്ലേ അതൊക്കെ. I'm so proud of you, my girl. I'm so proud of you, my boy. ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. തിരിച്ചു വരിക. സാവധാനം സാവധാനം നമ്മളെ കൈ ബാക്കിൽ കുത്തിയിട്ട് ഒന്ന് നിവർന്ന് ഒരു സൈഡ് ചരിഞ്ഞിരിക്കുക. കണ്ടോ? ഇപ്പൊ നിങ്ങള് റൈറ്റ് സൈഡിലോട്ട്, എനിക്ക് ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുക. ഒന്ന് ചാഞ്ഞ് റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ നമ്മളെ ഒരു ഫുൾ ഒരു സ്ട്രെച്ച്, നമ്മളെ ഹെഡ് ടു താഴെ വരെ ഒറ്റ ലൈനിലായിട്ട് നിൽക്കുന്നു ഇമാജിൻ ചെയ്യുക. കണ്ണുകളടച്ചിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എന്താ, ഒരു സ്ട്രെച്ച്, ഒരു സുഖം. ഓക്കെ. സാവധാനം സെന്റർ വരിക. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ. കം ടു സെന്റർ. ഓക്കെ. ഇനി നമ്മള് കാല് രണ്ട് സൈഡിലോട്ട് നീട്ടി വെക്കുക. ഓക്കെ. കാല് രണ്ട് സൈഡിലോട്ട് നീട്ടി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് ബ്ലാങ്കറ്റ് ഇല്ലാതെ ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. രണ്ട് സൈഡിലോട്ട് നീട്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മള് റൈറ്റ് ലെഗ് എടുത്ത് നമ്മുടെ ലെഫ്റ്റ് എവിടാ
തൊടയുടെ ഭാഗത്ത് ചവിട്ടി പിടിക്കുക. ചവിട്ടണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിൽ കൊടുക്കുക. ജസ്റ്റ് മുകളിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം. നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സാവധാനം റിലാക്സ്. അതേപോലെ മറ്റേ കൈ എടുത്ത് സാവധാനം മുകളിലോട്ട് സ്ട്രെച്ച് കൊടുക്കുക. ഇൻഹേൽ, എക്സേൽ. കാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോയിന്റ് ചെയ്തൊക്കെ പിടിക്കാം. നല്ല സ്ട്രെച്ച്, മൊത്തത്തിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്താലും കുഴപ്പമില്ല. റിലാക്സ്. എന്നിട്ട് സാവധാനം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നമ്മുടെ ലെഫ്റ്റ് ടോയിൽ പിടിക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക. റൈറ്റ് ഹാൻഡ് മുകളിൽ കൂടെ ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക. ഇവിടെ വരെ തട്ടു, അവിടെ വരെ ഒരു സ്ട്രെച്ച് കൊടുക്കുക. പതുക്കെ അതേ കണക്ക് തന്നെ റൈറ്റ് ഹാൻഡ് മുകളിൽ കൂടെ താഴെ കൊണ്ടുവന്ന് റിലാക്സ്. ഓക്കെ. എന്നിട്ട് നമ്മൾ രണ്ട് കൈയും മുകളിലോട്ട് പൊക്കി ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് ഒന്ന് ബെൻഡ് ചെയ്ത് കാലിൽ പിടിക്കുക. കാലിലെ ടോയിൽ പിടിക്കുക. നമുക്ക് പതുക്കെ 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 നമ്മൾ നെറ്റി മുട്ടിന് തട്ടിക്കാൻ പറ്റും. അപ്പൊ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുട്ട് പൊക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. മുട്ട് പൊക്കി നെറ്റി തട്ടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ബാക്ക് ബോണിലൊക്കെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ഈ ബാക്ക് ബോണിലൊക്കെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഉടനെ മൈക്ക് മേടിക്കാവേ. ആ പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം കാലൊന്ന് തടവി നിവർന്ന് വരിക. ഇനി നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ലെഗും അതേപോലെ തന്നെ. നീട്ടി വെക്കുക. കൈതാഴെക്കുട്ടി ആദ്യമേ നമ്മുടെ റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് പൊക്കി ഒരു സൈഡ് സ്ട്രെച്ച് കൊടുക്കുക. നല്ലൊരു സൈഡ് സ്ട്രെച്ച് കൊടുക്കേ. നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നത് ശ്രദ്ധിക്കുക. തിരിച്ചു വരിക. അതായത് ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയാ. നിങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇത് കാണാം. നിങ്ങൾ ഈ വീഡിയോ എല്ലാം പ്ലേ ചെയ്യുകയും കാണുകയും ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മാറ്റം, യു ആർ ഡിസേർവിങ് ഇറ്റ്. നമ്മൾ ലൈഫിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. വെരി ഗുഡ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് സോറി റൈറ്റ് ഹാൻഡ് എടുത്ത് റൈറ്റ് ലെഗിൽ പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് മുകളിൽ കൂടെ റൈറ്റ് ഹാൻഡ് തൊടാൻ നോക്കുക. തിരിച്ച് അതേ കണക്ക് തന്നെ തിരിച്ചു വരിക. ഇനി കൈ രണ്ട് മുകളിലോട്ട് ഉയർത്തി റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് ബെൻഡ് ചെയ്ത് കാലിൽ പിടിച്ച് കാലിൽ മുട്ട് ഉയർത്തി നെറ്റി തട്ടിച്ചിരിക്കുക. റിലാക്സ് ഓൺ ദാറ്റ് പൊസിഷൻ. നമ്മൾ മൊത്തം ഭാരവും നമ്മുടെ മുട്ടിലേക്ക് കൊടുത്ത് റിലാക്സ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എവിടെയാണോ എത്തുന്നത് അവിടം വരെ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത്. നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾക്ക് സ്ട്രെയിൻ ആവരുത്. ഓക്കെ. സാവധാനം കാലൊന്ന് തടവി റിലാക്സ് ചെയ്ത് വരിക. ഇത് കാല് രണ്ടും അകത്തി വെച്ച് നമുക്ക് എത്രത്തോളം ദൂരോട്ട് പോകാൻ പറ്റും അത്രത്തോളം ഒന്ന് ബെൻഡ് ചെയ്തിരിക്കുക. സാവധാനം നല്ലപോലെ ബെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബ്ലാങ്കറ്റ് മടക്കി അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. ഇതുണ്ടോ? എത്രത്തോളം പൊക്കണോ അത്രത്തോളം പൊക്കിയിട്ട് റിലാക്സ് ആയി.
ഇങ്ങനെ കിടക്കാം. കണ്ടോ? നല്ലൊരു സ്ട്രെച്ചിൽ നമ്മൾ തലങ്ങണി എടുത്ത് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് ബോർഡിലോട്ട് കെട്ടിപ്പിടിച്ച് അതിങ്ങനെ കിടക്കാം. അപ്പൊ നമ്മുടെ ബാക്ക് ബോണിനും കഴുത്തിനും കാലിന്റെ ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളി സ്ട്രെച്ച് കിട്ടും. നല്ല സുഖമാ. നമ്മുടെ ക്ഷീണം മൊത്തവും മാറും. ഞാൻ എപ്പോഴും കണ്ണ് അടങ്ങി പോകുന്നതാ. എന്റെ ആ ഒരു സുഖത്തില് എന്റെ കണ്ണങ്ങ് അടങ്ങി പോകുന്നതാ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. സാധാരണ മൂന്നൊന്ന് അങ്ങനെ പോട്ടെ. എന്നിട്ട് സാവധാനം നിങ്ങൾ 4 ലെഗിൽ വരിക. മുപ്പച്ചെല്ല് വരാം. 4 ലെഗിൽ വരിക. എന്നിട്ട് നമ്മൾ ഹാഫ് പ്ലാങ്ക് ചെയ്യാൻ പോവാം. ജസ്റ്റ് കുറച്ച് ഹീറ്റ്. അതായത് നമ്മള് മൊത്തം റിലാക്സേഷൻ അല്ലായിരുന്നു. നമുക്കിനി കുറച്ച് ബോഡി കുറച്ച് ഹിറ്റ് നിങ്ങൾ ചെയ്യണ്ടേ? ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ വേഗം ഉറങ്ങിപ്പോവും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കാലൊന്ന് വെച്ചിട്ട് കൈ തട്ടി നമ്മള് പുഷപ്പ് എടുക്കത്തില്ലേ? പുഷപ്പ് എടുക്കുന്നതിനെ പോസ്റ്റിൽ നിൽക്കുക. ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് പൊങ്ങി വരിക. കാല് താക്കുക. ബാക്കിലോട്ട് ഇരിക്കുക. കണ്ടോ? ഇന്നുകൂടി വരിക. ജസ്റ്റ് ഒരു പുഷപ്പ് കൊടുക്കുക. ബാക്കിലോട്ട് ഇരിക്കുക. ആ ഉണ്ടല്ലോ. നമ്മള് എന്താ മുട്ട് കുത്തി വരിക. ജസ്റ്റ് ഒരു പുഷപ്പ് കൊടുക്കുക. ബാക്കിലോട്ട്. ആ പ്രോസസ് അങ്ങോട്ട് പോട്ടെ. ജസ്റ്റ് ഒരു പുഷപ്പ്. ഞാൻ എനിക്ക് പറയത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സ്പീഡിന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ബോഡിയിൽ കിട്ടുന്ന സ്ട്രെച്ചസ് ശ്രദ്ധിക്കുക. നമ്മുടെ കൈയുടെ ബലം കൂടുന്നത് ശ്രദ്ധിക്കുക. കുറച്ച് വിയർക്കട്ടെ. എന്റെ ടോപ്പ് പൊങ്ങിപ്പോയി. നമ്മൾ പ്ലാങ്കിൽ നിൽക്കുന്നതാണ്. പ്ലാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ പ്ലാങ്ക്. കണ്ടോ? അത് മുട്ട് കുത്തുമ്പോഴത്തേക്കും ഹാഫ് പ്ലാങ്ക് ആവും. അത് ജസ്റ്റ് ഒരു പുഷപ്പിന്റെ നമുക്ക് ഇങ്ങനെ ചെയ്ത് തരുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുഷപ്പ് എടുക്കാൻ പറ്റും. നമ്മുടെ കൈക്ക് സ്ട്രെങ്ത് കിട്ടും. ബാക്കിലോട്ട്. രണ്ടിട്ടും കൂടി മതി. നിങ്ങൾ മിക്കവാറും സ്കിപ്പ് അടിക്കുമായിരിക്കും. സ്കിപ്പ് അടിക്കരുത് കേട്ടാ. ഓക്കെ. റിലാക്സ്. കാൽ രണ്ട് സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് നല്ല സുഹാസനം ഇരിക്കുക. സുഹാസനം ഇരിക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. ബോഡിയിൽ അയപ്പും കിതപ്പും ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് സാവധാനം കാലുകൾ ചേർത്ത് സൈഡ് ചരിഞ്ഞ് ശവാസനയിലേക്ക് വരാം. ശവാസനയിലേക്ക് വരാം. എന്റെ സൗണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തല മുതൽ കാല് വരെ തളർന്നു വരുന്ന ഇമാജിൻ ചെയ്യുക. ഹെഡ് ടു ടോ. സാവധാനം 10 നിന്നും താഴേക്ക് കൗണ്ട് ചെയ്യുക. 10 നിന്നും താഴേക്ക് കൗണ്ട് ചെയ്യുക. ഓരോ കൗണ്ടിനും ഒരു ഇൻഹെയിൽ ഒരു എക്സെയിൽ.
ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കുക. സാവധാനം നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈകൾ നമസ്കാരം മുദ്ര പിടിച്ച് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് കൈകൾ കൂട്ടിത്തിരുമുക. കൈകൾ കൂട്ടിത്തിരുമി നല്ലപോലെ ഹീറ്റ് വരട്ടെ. തിരുമി തിരുമി ആ ചൂട് മുഖത്ത് വയ്ക്കുക. സാവധാനം വലത് ഭാഗം തിരിഞ്ഞ് എഴുന്നേറ്റ് വരിക. കണ്ണുകൾ തുറന്ന് ഒരു പുഞ്ചിരിക്കുക. നമസ്തേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തരുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെ വീഡിയോസ് കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട്. എനിക്കറിയാം എനിക്ക് വോയിസ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലം ഉണ്ട്. അതെനിക്ക് എൻ്റെ എന്താ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് നിന്നിട്ടുള്ള എല്ലാം ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം റിലാക്സിങ് ആണ്. ഇതെല്ലാം ഇരുന്നുകൊണ്ടുള്ള ആസനാസും കാര്യങ്ങളൊക്കെയാണ്. അതെനിക്ക് ആസനാസ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത് അഡ്വാൻസ് ലെവലിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതെനിക്ക് ചോദിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഓരോ പോസുകൾ പറഞ്ഞ് അതിന്റെ ബെനിഫിറ്റുകളും കാര്യങ്ങളും പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് ഞാനാണ് ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് പറയാം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഞാൻ ആ ഓൺലൈനിൽ കയറിയ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ക്ലാസ്സിൽ തുടങ്ങിയതാ. അതുകൊണ്ട് ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ ഞാൻ ഇനിയിപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം എന്റെ റീച്ചും ഫോളോവേഴ്സും അതൊക്കെ നിങ്ങൾക്കും ഒരു ഗ്യാപ്പ് വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ തന്നെ പോട്ടെ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് എനിക്കറിയാം. സോറി ഫോർ ദാറ്റ്. എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായില്ല, അതൊരു കുറ്റബോധമുണ്ട്. നമുക്ക് സമയം കിട്ടുന്ന ഇപ്പം അവധികളൊക്കെ വരുന്നുണ്ട്, ഏപ്രിൽ അവധികൾ വരുന്നുണ്ട്. ആ സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഷുവർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതേപോലെ എൻ്റെ കൂടെ എപ്പോഴും കാണണം. താങ്ക് യു അ ലോട്ട്. അപ്പം ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. അപ്പൊ ഈവനിങ്ങില് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് കഴിഞ്ഞത്. ഇന്നലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, സീറോ വീഡിയോ എന്ന് പറയാം ഇന്നലത്തത്. ഇന്ന് ഫസ്റ്റ് വീഡിയോ. ഇനി നമുക്ക് നാളെ സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ, അങ്ങനെ ഒരു സീരീസ് ഓഫ് 7 days കാണും. നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾ അറിയാതെ ഉണ്ടാവും. ഓക്കെ, അപ്പം താങ്ക് യു. ബൈ. നമസ്തേ.